എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യവുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആശാ വർക്കർമാരിൽ 10 വർഷം പൂർത്തിയാക്കി സേവനം അവസാനിപ്പിക്കുന്നവർക്ക് 20,000 രൂപ വീതം നൽകണമെന്ന കേന്ദ്ര നിർദ്ദേശം 7 വർഷമായിട്ടും കേരളത്തിൽ നടപ്പിലാക്കാത്തതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് നിലവിലിപ്പോൾ ഉയർന്നിരിക്കുന്നത്. 2018-19 നടപ്പിലാക്കിയ ഈ പദ്ധതിയെക്കുറിച്ച് 10 ദിവസം മുൻപാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ അറിയുന്നത്. ഇതേക്കുറിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു ദേശീയ ആരോഗ്യ മിഷൻ ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇത്ര കാലമായിട്ടും അറിയില്ലേ എന്ന് വീണ്ടും ആരാഞ്ഞപ്പോൾ പരിശോധിക്കാം എന്നായിരുന്നു നിലവിലിപ്പോൾ പ്രതികരണം ലഭിച്ചിരുന്നത്. ഈ വർഷം മാർച്ച് 4-ന് ചേർന്ന NHM സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആശമാരുടെ ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വീണ്ടും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ വിവരവും അന്ന് പുറത്തു വന്നില്ല. ജൂലൈ 25-ന് NK പ്രേമചന്ദ്രൻ ലോക്സഭയിൽ നൽകിയ മറുപടിയിലൂടെയാണ് വിശദാംശങ്ങൾ വ്യക്തമായത്. ഇൻസെന്റീവ് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപ ആക്കാനും വിരമിക്കൽ ആനുകൂല്യം 20,000 രൂപയിൽ നിന്ന് 50,000 രൂപ ആക്കാനുമായിരുന്നു തീരുമാനം. എന്നാൽ 2019 തീരുമാനിച്ച വിരമിക്കൽ ആനുകൂല്യം കേരളത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് ആശമാരുടെ സംഘടനകൾ പറയുന്നതാണ്. ഈ ആനുകൂല്യം തട്ടിയെടുത്തതാണെന്ന ആരോപണവുമായിട്ട് ആശമാർ രംഗത്ത് വന്നപ്പോൾ NHM അധികൃതർ പ്രതികരിച്ചിരുന്നില്ല. വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപയായി വർദ്ധിപ്പിച്ച തീരുമാനം സംബന്ധിച്ചുള്ള സർക്കുലർ ലഭിച്ചെന്ന് പിന്നീട് അവർ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന 20,000 രൂപ എത്ര പേർക്ക് കൊടുത്തുവെന്ന സംഘടനകളുടെ ചോദ്യത്തിന് ആരും അപേക്ഷിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി ലഭിച്ചത്. തങ്ങളെ ഇതുവരെ അറിയിക്കാത്ത ഒരു ആനുകൂല്യത്തിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കുന്നതെന്നായിരുന്നു പ്രധാനമായിട്ടും ആശമാർ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.